അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാതിരാത്രി ഖലീഫ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുക, എന്നിട്ട് മണിക്കൂറുകളോളം ആ വീടിൻ്റെ ഉള്ളിൽ ചെലവഴിക്കുക. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുക. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാത്ത ത്വൽഹ റളിയല്ലാഹു തആല അൻഹു രഹസ്യമായി മാറി നിന്ന് രംഗം വീക്ഷിക്കുകയാണ്. മറ്റാരുമല്ല, അന്നത്തെ അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മണിക്കൂറുകളോളം ഒരു വീടിൻ്റെ ഉള്ളിൽ ചെലവഴിക്കുകയും എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും കണ്ട മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് അറിയാൻ വേണ്ടി ആ വീട്ടിലേക്ക് ചെന്നു നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഞെട്ടിപ്പോയി. മഹാനുകൾ അവിടെ ആ വീട്ടിൻ്റെ ഉള്ളിൽ കണ്ട രംഗം വല്ലാത്തൊരു രംഗമായിരുന്നു. പടുവൃദ്ധയായ ഒരു മാതാവ്, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ അസ്ഥിപഞ്ചരമായി തീർന്ന ഒരു പടുകിഴവി ഒരു കരിമ്പടത്തിൻ്റെ ഉള്ളിൽ മൂടി പൊതച്ച് കിടക്കുകയാണ്. മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ആ ഉമ്മയെ തട്ടി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ ആരാണ്? ഉമ്മ പേര് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാണുള്ളത്? മോനെ, എനിക്ക് അള്ളാഹു മാത്രമാണുള്ളത്. നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം തരുന്നത്? ഉടനെ പറഞ്ഞു, എനിക്ക് എൻ്റെ റബ്ബാണ് ഭക്ഷണം തരുന്നത്. എങ്ങനെയാണ് ഉമ്മ, അതൊന്ന് വിശദീകരിച്ചാലും? ആ ഉമ്മ പറയാൻ തുടങ്ങി, മോനെ, മാസങ്ങളായി ഞാൻ ഈ കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. ഒന്ന് എഴുന്നേൽക്കാനോ സ്വന്തമായി ആഹാരമെടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം തേടി പോകാനോ കഴിയാതെ ഞാനിവിടെ കിടന്നപ്പോൾ അള്ളാഹുവായിട്ടൊരു മനുഷ്യനെ ഇവിടെ എത്തിച്ചു. അദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ വരും, ഭക്ഷണം കൊണ്ടുവരും, വെള്ളം കൊണ്ടുവരും. എന്നിട്ട് എനിക്ക് ആ ഭക്ഷണം വാരിത്തരും, വെള്ളം എൻ്റെ വായിലേക്ക് പിടിച്ചു തരും. എന്നിട്ട് എൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യും. ചില സമയങ്ങളിൽ ഞാൻ അറിയാതെ കാഷ്ടിച്ചു പോകുന്ന കാഷ്ടവും മൂത്രവും ഒക്കെ അദ്ദേഹം വൃത്തിയാക്കും. എന്നിട്ട് എൻ്റെ എല്ലാ പരിചരണങ്ങളും ചെയ്തിട്ട് ആ മനുഷ്യൻ തിരിച്ചു പോകും. ആരാണ് എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദാസൻ എന്ന് മാത്രം എന്നോട് മറുപടി പറഞ്ഞിട്ട് ആ മനുഷ്യൻ തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിക്കുന്നതിൻ്റെ രൂപമാണെന്ന്. ഇത്രയും കേട്ട് നിന്ന് മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കരയുന്നത് കേട്ട് ആ അന്ധയായ കാഴ്ചയില്ലാത്ത മാതാവ് ചോദിച്ചു, മോനെ, നീ എന്തിനാണ് കരയുന്നത്? മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഭക്ഷണം വാരിത്തരുന്ന, എല്ലാ ദിവസവും നിങ്ങൾക്ക് വെള്ളം കോരി തരുന്ന, നിങ്ങളുടെ കിടക്ക വൃത്തിയാക്കുന്ന, നിങ്ങൾക്ക് കാഷ്ടവും മൂത്രവും വരെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി വൃത്തിയാക്കിയിട്ട് നിങ്ങളെ കിടത്തി ഉറക്കിയിട്ട് പോകുന്ന മനുഷ്യന്റെ പേര് നിങ്ങൾക്കറിയാമോ? ആ ഉമ്മ പറഞ്ഞു, മോനെ, എനിക്കറിയില്ല. ഉടനെ പറഞ്ഞു, ആ മനുഷ്യന്റെ പേരാണ് ഉമറുൽ ഫാറൂഖ്. കിസ്റ കൈസർ ചക്രവർത്തിമാർ ഞെട്ടിവിറയ്ക്കുന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ, മക്കയും മദീനയും അറബ് രാജ്യങ്ങൾ മുഴുവനും അടക്കി വാഴുന്ന ഇസ്ലാമിന്റെ ചക്രവർത്തി, ലോകത്തിന്റെ വലിയൊരു മാതൃകാ ഭരണാധികാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അമീറുൽ മുഅ്മിനീനാണ് ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം വാരി തരുന്നത്, നിങ്ങളുടെ കാഷ്ടം വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞ് മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞപ്പോഴാണ് തൻ്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും പരിചരണത്തിന് വരുന്നത് ആ നാട്ടിലെ ഭരണാധികാരിയാണ്, സാക്ഷാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആണെന്ന് ആ പടുവൃദ്ധ പോലും തിരിച്ചറിയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരാളോടും പറയാതെ പരിചരിക്കപ്പെടുന്ന ഉമ്മയോട്, ആ മാതാവിനോട് പോലും ഞാൻ അമീറുൽ മുഅ്മിനീനാണെന്ന് പറയാതെ അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, പടച്ച റബ്ബ് തമ്പുരാനെ പേടിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി പാതിരാത്രി സമയത്ത് ഒരു പടുവൃദ്ധയായ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് പരിചരിക്കുക, അവരുടെ കാഷ്ടവും മൂത്രവും പോലും വൃത്തിയാക്കുക. ഇതായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറുൽ ഖത്താബിൻ്റെ ഭരണമാണെന്ന്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള നമ്മുടെ മുൻഗാമികളെ മാതൃകയാക്കി നല്ല രൂപത്തിലുള്ള ജീവിതം, നല്ല രൂപത്തിലുള്ള സേവനം, മനുഷ്യർക്ക് സേവനം ചെയ്യാൻ അള്ളാഹുവിൻ്റെ പ്രതിനിധികളായി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ് ഭരണകർത്താക്കൾ എന്ന തിരിച്ചറിവ് നമ്മൾക്കും നമ്മുടെ ഭരണകർത്താക്കൾക്കും ഉണ്ടാകട്ടെ. അള്ളാഹു എല്ലാവരെയും നന്നാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.